ഹായ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത് ഗുരുവായൂർ അമ്പലവും അതിൻ്റെ വിശേഷങ്ങളുമാണ്. അപ്പം ഈ വീഡിയോയിൽ ശരിക്കും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ ഒരാൾക്ക് ഗുരുവായൂർ എളുപ്പത്തിൽ പോയി ദർശനം നടത്തി തിരക്കില്ലാണ്ട് ക്യൂ ഇല്ലാണ്ട് പോയിട്ട് വരാം എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂർ കിഴക്കേ നടയിലാണ്. അപ്പം കിഴക്കേ നടയിൽ നമുക്ക് ഈസി ആയിട്ട് അമ്പലത്തിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കിഴക്കേ നടയിൽ അടുത്തുള്ള ഒരു സ്റ്റേ ഒക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ദർശനം നടത്തി വരാൻ പറ്റും. ഈ ഒരു ഏരിയയിലൊക്കെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ലോഡ്ജും റിസോർട്ട്സും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല നല്ല സ്റ്റേയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ഈസ്റ്റ് നട ഈ റോഡിൽ നമുക്ക് നല്ല നല്ല ഹോട്ടൽസ് ഉണ്ട്. വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട്, ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, അതുപോലെ ആനന്ദഭവൻ ഉണ്ട്. അങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടൽസ് നമുക്ക് ധാരാളമായിട്ട് നല്ല നല്ല ഹോട്ടൽസ് ഉള്ളൊരു ഏരിയയാണിത്. അപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലം ദർശനത്തിന് വരുവാണെങ്കിൽ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പോകാനും വരാനൊക്കെ വരുന്ന ഒരു ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് നടന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് തന്നെ നമ്മൾ സ്റ്റേ ഫസ്റ്റായിട്ട് തന്നെ പ്രിഫർ ചെയ്യുക. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം വീക്കെൻഡ്സ് ഒഴിവാക്കുക. വീക്കെൻഡ്സ് ശനി ഞായർ ദിവസങ്ങളൊക്കെ തന്നെ വളരെ തിരക്കായിരിക്കും അനുഭവപ്പെടുക. അതുപോലെ തന്നെ മോർണിംഗ് ടൈമിലും നമുക്ക് ഭയങ്കര തിരക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈവനിങ് ടൈമിലൊക്കെ തന്നെ ദർശനം നടത്താനൊക്കെ തന്നെ നോക്കുക. അപ്പം ഇവിടെ വരുന്നവർ ഈ കാര്യങ്ങളൊക്കെ എന്താണ് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് സ്റ്റേ നമ്മൾ മാക്സിമം നമ്മുടെ അമ്പലത്തിനടുത്ത് തന്നെ ഏറ്റവും അടുത്ത് തന്നെ നമ്മൾ സ്റ്റേ പ്രിഫർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീക്കെൻഡ്സും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക, ഹോളിഡേയ്സ് ഒഴിവാക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോയി ദർശനം നടത്തി വരാൻ പറ്റും. പിന്നെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. 4-5 മണിക്കൂറൊക്കെ നമുക്ക് ക്യൂ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അമ്പല ദർശനം പലപ്പോഴും സാധ്യമാവാറുള്ളൂ. അപ്പം അത് എങ്ങനെയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഈസ്റ്റ് നടയിൽ നിന്ന് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 സൈഡിൽ നമുക്ക് സ്റ്റേയും ഹോട്ടൽസും ഷോപ്പും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഗുരുവായൂർ വരുവാണെങ്കിൽ നമ്മൾ ഗുരുവായൂർ പപ്പടം, ബോളി ഇതൊക്കെ തന്നെ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ അലുവ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ഷോപ്പ് ചെയ്യേണ്ടവർക്കൊക്കെ ഇവിടുന്ന് ധാരാളം ഷോപ്പിംഗ് ഓപ്ഷൻസ് നമുക്ക് 2 സൈഡിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേഷനിൽ ഹോട്ടൽസ് ഉണ്ട്, വെജ് ഹോട്ടൽസും ധാരാളം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേസും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. ഇതിനുള്ളിൽ നമുക്ക് കാറും ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതിൻ്റെ പുറത്ത് തന്നെ പേ പാർക്കിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യുന്നതിന് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം കാറ് പാർക്ക് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് നമ്മളാരും ഈ ഒരു സ്റ്റേയുടെ ഉള്ളിലേക്ക് സ്റ്റേ എടുക്കാണ്ടിരിക്കേണ്ട. നമുക്കൊന്ന് സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പുറത്ത് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇവിടെ വരുന്നവർക്ക് ഇതിനുള്ളിലുള്ള റൂമും കാര്യങ്ങളൊക്കെ ലോഡ്ജും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലും വാഹനം പാർക്ക് ചെയ്യാൻ നമുക്ക് പുറത്ത് പേ പാർക്കിംഗ് അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ തന്നെ എല്ലാവരും നോക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കാതെ എളുപ്പത്തിൽ ദർശനം നടത്താനുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 പേർക്ക് 4,500 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ദർശനം അവൈലബിൾ ആണ്. അത് നമ്മുടെ നെയ്വിളക്ക് കത്തിക്കാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്കാണെങ്കിൽ നമ്മൾ 1000 റുപ്പീസ് കൊടുക്കണം. അത് 5 പേരുണ്ടെങ്കിൽ 4,500 രൂപ കൊടുത്തിട്ട് നമുക്ക് ആ സ്പെഷ്യൽ ക്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ക്യൂവിൽ നിൽക്കാണ്ട് നമുക്ക് ഡയറക്റ്റ് ദർശനം കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ടൈമില്ലാത്തവരും പെട്ടെന്ന് നമുക്ക് പോകേണ്ട അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരക്കൊക്കെയുള്ള ആൾക്കാർ പെട്ടെന്ന് വന്ന് പോകേണ്ട ആൾക്കാർ ക്യൂ നിൽക്കാൻ സമയമില്ലാത്ത ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ നെയ്വിളക്ക് കത്തിക്കൽ. അപ്പം അതിനുള്ള സ്പെഷ്യൽ ക്യൂ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ജനറൽ ക്യൂ നിൽക്കുന്ന ഏരിയ ആണ്. ബട്ട് ഇവിടെ നമുക്ക് അധികം വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്യൂ നിന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് മൂവ് ആവും. പിന്നെ നമുക്ക് ഇവിടെ ക്യൂ നിൽക്കുന്നതിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇരിക്കാനുള്ള സ്ഥലം നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു എൻഡിൻ്റെ നമുക്ക് ഇവിടെ കയറി ഇത് ക്ലോസ് ചെയ്തിട്ടാണ് അപ്പുറത്തെ ക്യൂവിലോട്ട് ഇവിടെ പോകേണ്ടത്. അപ്പോൾ നമുക്ക് എവിടെയാണോ ക്യൂ ഓപ്ഷൻ അപ്പോൾ എവിടെയാണ് ക്യൂ ഉള്ളത് അവിടെ നമ്മൾ പോയി നിൽക്കുക. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് പുറത്തിറങ്ങി അപ്പുറത്തെ ക്യൂ കയറണം. പിന്നെ നമുക്ക് ഇരിക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഫാനും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് വലിയ തിരക്കില്ലെങ്കിൽ നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് വെറുതെ കയറേണ്ട ആവശ്യമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോർമൽ ക്യൂ നിന്നാൽ തന്നെ പെട്ടെന്ന് മൂവ് ആവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ദർശനത്തിൻ്റെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്വിളക്ക് കത്തിക്കാനാണ്. അപ്പോൾ നെയ്വിളക്ക് കത്തിക്കുന്നതിന് ഒരാൾക്ക് 1000 രൂപയാണ് വരുന്നത്. അത് 5 പേരുണ്ടെങ്കിൽ 4,500 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്യൂവിൻ്റെ കാര്യങ്ങളുടെ ഒരു ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് വന്ന് തൊഴുതിട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് സമയവും ലാഭിക്കാം, പൈസ ഉള്ളവർക്ക് സമയം ലാഭിക്കാം. പിന്നെ ക്യൂ നിന്ന് വെറുതെ ഇതാവേണ്ട ആവശ്യമില്ല. പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വന്നിട്ട് പോകാനും കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് തൊഴുതിട്ട് ഡയറക്റ്റ് തൊഴുതിട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പം ഇവിടെ വരുന്ന ഗുരു
ഗുരുവായൂർ വരുന്നവർക്ക് എന്തായാലും ഈ ഒരു ഓപ്ഷൻ ശരിക്കും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പം അങ്ങനെ വരുന്നവർ ഇപ്പോൾ നമ്മൾ 2 പേരോ 3 പേരൊക്കെ ഉള്ളൂ എങ്കിലും 2-3 പേരെ അങ്ങനെ കൂട്ടുക 5 പേരാക്കുവാണെങ്കിൽ 4500 രൂപയ്ക്ക് നമുക്ക് പോയിട്ട് ഡയറക്റ്റ് ദർശനം നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ദർശനം കിട്ടുന്നതാണ്. അതിന് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കൗണ്ടറുണ്ട്. ആ വഴി നമുക്ക് ഉള്ളിൽ പ്രവേശിക്കാനും ഉള്ളിൽ നമുക്ക് സ്പെഷ്യൽ ക്യൂ നമുക്ക് കിട്ടി സ്പെഷ്യൽ ദർശനം നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇവിടെ വരുന്നവർക്ക് തിരക്കില്ലാണ്ട് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി നമ്മൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഈ അമ്പലത്തിന് ചുറ്റുമായിട്ട് തന്നെ നമുക്ക് ധാരാളം സ്റ്റേയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാമിലി സ്റ്റേസും കാര്യങ്ങളൊക്കെ ധാരാളം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ആർക്കും സ്റ്റേയുടെ ഓർത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് ആരും ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും അവരുടെ സമയത്തിനനുസരിച്ച് വന്ന് തൊഴുക, പ്രാർത്ഥിക്കുക. പിന്നെ ഈ പറഞ്ഞ ഒരു ഓപ്ഷൻ ക്യൂ നിൽക്കാൻ നമുക്ക് കയറാനുള്ള ഈ ക്യൂ നിൽക്കാണ്ട് കയറാനുള്ള ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം എല്ലാവരും അത് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഗുരുവായൂരപ്പൻ്റെ പൂജിച്ച് സ്വർണ്ണം, വെള്ളി, ലോക്കറ്റുകൾ നമുക്ക് ഈ അമ്പലത്തിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ വടക്കേ നടയിലുള്ള കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് നടയിൽ വെച്ച് ലേലം വിളിക്കാൻ സാധനങ്ങൾ നമുക്ക് ലേലം വിളിച്ചെടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. വൈകുന്നേരം ടൈമിൽ അവിടെ ലേലം വിളിയുണ്ട്. നമുക്കിവിടെ വെച്ച് സാധനങ്ങൾ ലേലം വിളിച്ചെടുക്കേണ്ട ആൾക്കാർക്ക് അങ്ങനെ നമുക്ക് ലേലം വിളിച്ചെടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ധാരാളം ആൾക്കാർ ഇവിടെ അരങ്ങേറ്റത്തിന് വന്നതും ഇവിടെ ഡാൻസ് കളിക്കാൻ വന്നേക്ക് ധാരാളം ആൾക്കാർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ പാരായണമുണ്ട്, അരങ്ങേറ്റങ്ങളുണ്ട്. അപ്പം അത് ഈ മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റും. അവിടെ എപ്പോഴും അരങ്ങേറ്റങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഈ ചുമർചിത്രങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ ധാരാളമായിട്ട് വരുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിങ്ങിനൊക്കെ നമ്മൾ സ്പെഷ്യൽ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് മുറിക്കേണ്ട ഓപ്ഷനുണ്ട്. ഈ ഒരു ചുമർചിത്രങ്ങളൊക്കെ വളരെ ഫേമസ് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ആനകളെ കാണാം. അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ വന്ന ആനകളും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആന ലവേഴ്സിന് ആനകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതിവിടെ പോയി കഴിഞ്ഞാൽ ആനകളെ കാണാൻ പറ്റും. അത് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ടൈമിൽ ആനകൾ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ആ നേരത്തെ കണ്ട ക്യൂവിൻ്റെ ബാക്കി ഭാഗമാണ് ഈ പോകുന്നത്. ഈ വഴിക്ക് നമ്മൾ നേരെ പോയിട്ടാണ് ക്യൂവിൽ കയറേണ്ടത്. നമ്മൾ ചില സമയത്ത് തിരക്കുള്ള സമയം നമ്മൾ ഈ വഴിക്കാണ് ക്യൂ നിൽക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഈ മരത്തിൻ്റെ സൈഡിലായിട്ട് ആനകളെ കെട്ടിയിട്ടുണ്ടാവും. നമുക്ക് ആനകളെ കാണുന്നവർക്ക് അങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അപ്പുറ സൈഡിലാണ് നമുക്ക് കുളം വരുന്നത്. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമേ ചുറ്റും നമുക്ക് കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. മെയിനായിട്ട് മള്ളിയൂർ മഹാദേവ ക്ഷേത്രം നമുക്ക് ഈ അമ്പലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലാണുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എന്താണെങ്കിലും അവിടെ പോയി തൊഴാൻ പറ്റുന്നതാണ്. അപ്പം അവിടെ എന്തായാലും ഇവിടെ വരുന്നവർ എന്തായാലും അവിടെ പോയി തൊഴണം. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ പുന്നത്തൂർ കോട്ട ആന ക്യാമ്പ്, എലിഫൻറ്റ് ക്യാമ്പിൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. അതൊക്കെ നമ്മൾ ഈ അമ്പലത്തിനടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ്. അപ്പം നമുക്ക് അവിടെയൊക്കെ പോയി വിസിറ്റ് ചെയ്യുന്നത് ഇവിടെ ഗുരുവായൂർ വരുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റുന്ന നല്ല നല്ല സ്ഥലങ്ങളാണ്. ആനക്കോട്ടയിൽ നമുക്ക് 10-30 ആനകളൊക്കെ നമുക്ക് ചിലപ്പം കാണാൻ പറ്റും. അത്രയധികം ആനകൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. ഓരോ ആനകൾ അവിടെ കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് നല്ല അടിപൊളിയാണ്. അപ്പം ഇവിടെ വരുന്നവർക്ക് മള്ളിയൂർ അമ്പലം, അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ട, അതുപോലെ ചാവക്കാട് ഒരു അക്വേറിയം ഉണ്ട്. അതൊക്കെ തന്നെ കണക്ട് ചെയ്ത് വരുവാണെങ്കിൽ ഒരു പാക്കേജ് പോലെ വന്നിട്ട് പോകാൻ പറ്റുന്നതാണ്. ദർശനത്തിന് മാത്രം വരുന്നവർക്ക് അത് കഴിഞ്ഞ് പോകാം. അല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു ടൈമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് നമുക്ക് ഈ അമ്പലത്തിന് ചുറ്റും തന്നെ അവൈലബിൾ ആണ്.
പിന്നെ ഇവിടെ കുളത്തിൽ ഇറങ്ങുന്ന ഒരു സുരക്ഷാ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അതിനപ്പുറം തന്നെ ആർക്കും കുളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ സോപ്പ് അങ്ങനത്തെ വസ്തുക്കളൊന്നും നമുക്ക് കുളത്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം കുളത്തിൽ ഇറങ്ങുന്ന ആൾക്കാർ ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കുളത്തിൽ ധാരാളം മീനുകൾ നമുക്ക് പകൽ സമയത്ത് കാണാൻ പറ്റും. ഇഷ്ടം പോലെ മീനുകളുണ്ട് ഈ കുളത്തിൽ. അപ്പോൾ നമുക്കതിനെ കാണാൻ പറ്റുന്നതാണ്.